ഖദറിന്റെ ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇച്ചിരി കൂടെ ഒന്ന് കുണുങ്ങി നാണം കുണുങ്ങിയൊക്കെ സംസാരിച്ച ഒരു ക്യാരക്ടർ ആയിരിക്കും. ശരിക്കും ആ സീൻ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള ബിഹൈൻഡ് ദ സീൻ മെമ്മറി എന്തായിരുന്നു? ബിഹൈൻഡ് ദ സീൻ മെമ്മറി ഞാൻ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കുന്ന വേഷത്തിൽ വന്ന് നിൽക്കുമ്പോൾ മമ്മൂക്കയും ആ ഒരു വേഷത്തിൽ വരുന്നു, നമുക്ക് മനസ്സിൽ ഇടുപൊട്ടുന്നു, ആരാ നമ്മളെ കല്യാണം കഴിക്കാൻ വരുന്നത്, റിയൽ മമ്മൂക്ക. ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ടോ? ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് പോസ്റ്റ് ചെയ്യാൻ ഞാൻ ഇടുന്ന വെയിറ്റിംഗ് ടൈം അതാണ് എന്നെ ഏറ്റവും വേദനിപ്പിക്കുന്നത്. ഇന്ന് പറ്റും നാളെ പറ്റുന്ന വെച്ച് ഇങ്ങനെ കൊണ്ടു നടക്കാണ് കയ്യിൽ ഒരു ട്രഷർ പോലെ. സോ അത് ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു. മമ്മൂക്ക വന്ന് നമ്മളൊരു കംഫർട്ട് ആക്കുന്ന ഒരു ടൈം, ആ ഒരു താലി കെട്ടുന്ന സമയത്ത്. ഞാൻ കഴിഞ്ഞ ഇന്റർവ്യൂലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മമ്മൂക്ക താലി കെട്ടുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചായിരുന്നു, ആദ്യമായിട്ടാണോ താലി കെട്ടാൻ പോകുന്നതെന്ന്. അന്നേരം മമ്മൂക്ക പറഞ്ഞു, ഞാനൊക്കെ എത്രയോ താലി കെട്ടി കഴിയാൻ ടെൻഷൻ അടിക്കാണ്ടിരുന്നു. ഭയങ്കര തഗ് വർത്താനല്ലേ, നമ്മൾ നല്ല രീതിയിൽ കംഫർട്ട് ആയിട്ടാണ് ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത്. പിന്നെ ഈ നേരത്തെ പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ആക്ടിങ് ഇത്രയും അടുത്ത് നമ്മളത് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത് ഒരു സിനിമാ സ്നേഹി എന്ന നിലയ്ക്ക് വളരെ വലിയൊരു ഭാഗ്യം തന്നെയാണ്. അതും ഐ ടു ഐ നോക്കി അത്രയും ഒരു ക്ലോസപ്പ് ഒരു ഷോട്ട് കിട്ടുക എന്നൊക്കെ പറയുന്നത്, ഇങ്ങനെ നമുക്കിനി ലൈഫില് ഇങ്ങനെ എത്ര പടങ്ങൾ ഇനി മുന്നോട്ട് ചെയ്താലും ഇത് ഒരു എന്താ പറയാ, നമുക്ക് ലൈഫ് ടൈം മൈൽ സ്റ്റോൺ ആണ്, ലൈഫ് ടൈം മെമ്മറിയാണ്. സുഹാന, എങ്ങനെയാ ആ ഒരു ചെറിയ സ്പേസിൽ ചുരുണ്ട് കൂടി കിടന്നത്? എന്റെ ഒരു പൊക്കവും ഇതൊന്നും അറിയാതെയാണ് ഞാനത് ചുരുണ്ടുകൂടി. അത് സെറ്റായിരുന്നു. എല്ലാവരുടെയും ഡിസ്ക്ലെയിമർ, എല്ലാവരും അറിയാൻ വേണ്ടി അത് സെറ്റായിരുന്നു. സെറ്റായിരുന്നു. അല്ലാതെ ഞാൻ ബാത്റൂമിൽ അല്ലാതെ പബ്ലിക് ടോയ്ലറ്റിൽ ഞാൻ കിടന്നിട്ടില്ല. പക്ഷെ ലൊക്കേഷൻ ആരൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ആ കൊച്ചി ലൊക്കേഷനിൽ തന്നെ സെറ്റ് ഉണ്ടായിരുന്നത്. നാഗർകോവിൽ പബ്ലിക് ടോയ്ലറ്റ് പോലെ തന്നെ. പക്ഷെ കുറെ പേര് അത് ബാത്റൂമാണെന്ന് തെറ്റിദ്ധരിച്ചതിനുള്ളിൽ കേറിയിട്ടുണ്ടെന്ന്. ഇപ്പൊ താരന്ന് കെട്ടിയില്ലേ, സാരില്ല, എന്തോ ശ്രമിച്ചു പക്ഷെ ഒത്തില്ല. അല്ല, സീരിയസ്ലി ഇത് അവിടുന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അത് സെറ്റാണെന്ന് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവില്ല കേട്ടോ, ആർക്കും മനസ്സിലാവില്ല. അതൊരു ചെറിയ മറ്റേ ഇത് സാധനമല്ലേ ഉള്ളൂ, അത് ഒത്തിരി എലിവേറ്റഡ് ആയിരുന്നു. എന്തായാലും നമുക്ക് ആ ക്രെഡിറ്റ് ഷാജി നടുവിന് കൊടുക്കാം. ഷാജി ചേട്ടന്റെ ബ്രില്യൻസ് ആണ്, കഴിവാണ്. ഇത് ഹൈറ്റ് ആയിരുന്നു അറിയാം. അന്നത്തെ ദിവസത്തെ ഷൂട്ട് നല്ല സുഖമായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ വരുന്നു, ജസ്റ്റ് കിടക്കുന്നു, പോകുന്നു. അന്നത്തെ ഒരു ദിവസത്തെ ഷൂട്ട് അതായിരുന്നു. കാരണം അങ്ങനെ കിടക്കാൻ കുറെ ടൈം എടുത്തു. ഇല്ല, അങ്ങനൊന്നും ഇല്ല. ആ കിടക്കുന്ന നിങ്ങൾ ആ കാണുന്ന ആ ഷോട്ട് മേ ബി ഒരു 5 to 6 seconds കാണും. ആ കൂടി പോയ ഒരു 1 minute ഐ വുഡ് ഹാവ് സ്പെൻഡ് ഇൻസൈഡ്. കഴിഞ്ഞു, അന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാൻ പരിപാടി അതെ എല്ലായിടത്തും ബായ് ഒക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് ആദ്യമായിട്ട് ഒരു ഫാൻസി സാധനം ഫീലൊക്കെ അടിച്ചത് ആ സമയത്ത് വെച്ചിട്ടാണ്. ബിക്കോസ് ദാറ്റ് വാസ് മോർ നമ്മുടെ കേരളത്തിൽ വെച്ച് നടന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉള്ളൊരു ഷൂട്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ക്യൂരിയോസിറ്റി ആയിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആരാന്നൊക്കെ. അപ്പൊ ഞാൻ കാരവാനിൽ നിന്നൊക്കെ ഇറങ്ങി വരാൻ നേരത്തെ നമ്മൾ ഈ അഭിനയിക്കുന്ന എന്തായിരിക്കും ഇന്നത്തെ ഷോട്ട് അതങ്ങനെ മനസ്സിലിങ്ങനെ ഇരിക്കുമ്പോൾ സോ മെനി പീപ്പിൾ ലുക്കിംഗ് അറ്റ് യു ഹായ് എന്നൊക്കെ കാണിക്കുന്നു. അപ്പൊ എന്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് അത് ഞാൻ വളരെയധികം ആസ്വദിച്ചു. ആൻഡ് ഓൾസോ ദ ക്രൂ വാസ് സോ സപ്പോർട്ടീവ്. സാധാരണ നമ്മളൊരു ഫിലിം സെറ്റില് നമ്മളിങ്ങനെ വരാൻ നേരത്തെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഷോ കാണിക്കുന്ന ഓവറായി പോകുന്നുണ്ടോ എന്നുള്ള രീതിക്കൊക്കെ നമുക്കൊരു ഒരു ശങ്ക ഉണ്ടാവും. അത് ആദ്യമായിട്ട് എനിക്ക് സംഭവിച്ചപ്പോൾ ഇവര് സപ്പോർട്ടീവ് കൂടെ ആയിരുന്നു. പോയി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരാനൊക്കെ പറഞ്ഞു. ലുക്കും അങ്ങനെ തന്നെയാണ്, മോഡലാണല്ലോ. അപ്പൊ അവരും കാണുമ്പോഴത്തേക്ക് തെറ്റിദ്ധാരണ ഉറപ്പായിട്ടും വരുമല്ലോ. കൂടെ അഭിനയിക്കുന്നതിന്റെ ഒരു ഇതാ. ഞാനായാലും ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങുമ്പോ അവിടെ കാണാൻ സ്വാഭാവികമായിട്ടും നമുക്ക് വരുമ്പോ ഒരു ക്രൗഡ് ഉണ്ടാവുമല്ലോ. അപ്പൊ ഞാൻ ഇറങ്ങുമ്പോ കുറച്ച് പേര് വന്ന് ഫോട്ടോ എടുക്കാം, ചേച്ചി ഫോട്ടോ എടുക്കാം. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ അറിയോ? അപ്പൊ എന്നെ അറിയണ്ട, ഞാൻ കൂടെ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചത് കാണുന്നു. അപ്പൊ സിനിമ ഇറങ്ങുമല്ലോ എന്തായാലും. അതെ അതെ. അപ്പൊ മമ്മൂക്കയ്ക്ക് കിട്ടുന്ന ഒരു റെസ്പെക്ട് ആളുടെ കൂടെ കിട്ടും. ഇപ്പം നിങ്ങളുടെ ഇപ്പൊ ഈ മൂവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ റോൾസും ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വളരെ കുറച്ച് മിനിറ്റ്സ് മാത്രമുള്ള സീൻസ് ആണ്. എല്ലാ ഹീറോയിൻസിനും അങ്ങനെ തന്നെയാണ്. അപ്പോ അങ്ങനെ വരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഇത് ഞാനാ ചെയ്തത് എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ ഈ ഒരു പോർഷൻ? എനിക്ക് തോന്നുന്നു കുറച്ചു പേരൊക്കെ നമുക്ക് പെട്ടെന്ന് അല്ലെ ഇപ്പൊ അറിയാൻ പറ്റും. അറിയാനൊരു പ്രശ്നം ഉണ്ടാവും. കാരണം ഡിഫറൻസ് ഉണ്ട്. സാരി ലുക്കാണ്, പിന്നെ കുറച്ചുകൂടി മെച്യൂരിറ്റി വരാൻ നമ്മുടെ ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. പിന്നെ പണ്ടത്തെ ഒരു സ്റ്റൈലാണ്. എന്നാലും എനിക്ക് തോന്നുന്നു എന്നെ ഫസ്റ്റ് ആയിട്ട് ഇപ്പൊ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത് കലങ്കാവലാണ്. അതെ. ഖദറിന് എങ്ങനെയായിരുന്നു ലൈക്ക് ആ ഒരു ലുക്കും
അത് കുറച്ചുകൂടെ ഒരു നാടൻ കൈൻഡ് ഓഫ് ലുക്ക് ആണല്ലോ അത്. ഇതും അതും കൂടെ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്നുണ്ടോ, ആളുകൾ തിരിച്ചറിയുന്നുണ്ടോ? ഞാൻ ആദ്യം ചെയ്ത സിനിമയിൽ എന്നെ തിരിച്ചറിയാൻ പറ്റില്ലായിരുന്നു. കണ്ണൂർ സ്ക്വാഡിൽ ഞാൻ ആ ടിക്കറി വില്ലേജിൽ ചാടി വരുന്ന ഒരു സീനായിരുന്നു. അതിനകത്ത് ഫുള്ള് എന്നെ മേക്ക് ഓവർ ചെയ്തുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ ഫോട്ടോ കൊണ്ട് നടക്കണം. ഇത് ഞാനാണ് ചെയ്തതെന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് അതിൽ നിന്ന് മാറി. അതിൽ നിന്നൊരു 4ാമത്തെ മൂവിയാണ് കളംകാവൽ ചെയ്തത്. ഈ ഒരു ടൈമില് അറ്റ്ലീസ്റ്റ് മമ്മൂക്കയുടെ കൂടെ അടുത്ത് നിൽക്കുമ്പോൾ എന്നെ കണ്ടാൽ അറിയാവുന്ന ഒരു കോലത്തിൽ എനിക്കൊരു സീൻ ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. പിന്നെ അഗെയിൻ ഈ പറഞ്ഞ പോലെ നമ്മളെ അറിയുന്നവർക്ക് മനസ്സിലാവും എന്തായാലും. തിയേറ്ററിൽ വരുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സും അറിയുന്ന ആൾക്കാരും ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ട് സിനിമ കാണാൻ പോയിട്ട്. അപ്പം മനസ്സിലാവുന്നുണ്ട്. അത് തന്നെ വേറൊരു കാര്യം, നമ്മൾ ഒരിടത്ത് എത്തുമ്പോ അത് നമ്മുടെ മാത്രം വിജയം അല്ലാതാവുന്നു എന്നുള്ളതിലാണ് അതിന്റെ ഒരു ബ്യൂട്ടി ഇരിക്കുന്നത്. അതായത് നമ്മൾ കൊച്ചിലെ കണ്ട ആൾക്കാര്, വളർന്ന ആൾക്കാര്, അവർക്ക് എല്ലാവർക്കും ഒരു സന്തോഷമാണ്. നമ്മളൊരു കാര്യത്തിൽ വളരെ കഷ്ടപ്പെട്ട് നിൽക്കുമ്പോൾ ഓക്കെ ഞാൻ ജയിക്കുമ്പോൾ ഇത് എന്റെ മാത്രം വിജയമല്ല എന്നുള്ളൊരു ഫീല് നല്ലൊരു സന്തോഷം നൽകുന്നുണ്ട്. കാര്യം ഞാനൊരു സ്ക്രീനിൽ വരുമ്പോ ആ പണ്ടെപ്പോഴോ പറഞ്ഞ ഡയലോഗ് ഉൾപ്പെടെ ആൾക്കാർ എടുത്തു പറയാം. അവരുടെ ഒരു നോർമൽ ഡേ ടു ഡേ ലൈഫിൽ അവർക്കൊരു സന്തോഷം നൽകുന്ന ഒരു സംഭവമായിട്ട് എൻ്റെ വിജയം മാറുക എന്നുള്ളൊരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇപ്പൊ എല്ലാവരും മമ്മൂക്കയുടെ കൂടെയാണ് കോമ്പിനേഷൻ സീൻസ്. വിനായകൻ ചേട്ടന്റെ കൂടെ പെയറായിട്ട് വരുന്ന ഒരേ ഒരാളേ ഉള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാല് എങ്ങനെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ വിനായകൻ ചേട്ടന്റെ കൂടെയുള്ള? ഭയങ്കര നല്ല അനുഭവം. ഞാൻ പിന്നെ ഒരുപാട് നമ്മൾ ആഗ്രഹിക്കുന്ന നടക്കും പറയുന്നത് ഭയങ്കര രസമുള്ള മാനിഫെസ്റ്റ് ചെയ്തെടുത്താണോ? അങ്ങനെ ഞാൻ എടുത്തതൊന്നുമല്ല. ഞാൻ ഈ സിനിമയ്ക്ക് വിളിക്കുന്നതിന് മുമ്പ് കുറെ ദിവസമായിട്ട് വിനായകൻ ചേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് വിളിക്കുന്നതിന് മുമ്പ് സീരിയസ്ലി ഞാൻ മമ്മൂക്കയുടെ നായികയാണെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടേ ഇല്ല. കാരണം ആ ആഗ്രഹം പോലും അഹങ്കാരമായി പോകുന്നത് അങ്ങനെ ഉണ്ടാവല്ലോ നമുക്ക്. ആ റെസ്പെക്ട് കൊണ്ടാണ് നമ്മൾ അത്രയൊന്നും ആയോ എന്നുള്ളൊരു. അതുകൊണ്ട് തന്നെ വിനായകൻ ചേട്ടൻ അങ്ങനെ അതല്ല എന്നല്ല കേട്ടോ. പക്ഷെ എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ആർട്ടിസ്റ്റിന്റെ ഒരു എനർജി അത് നമ്മൾ പങ്കുവെക്കാന്ന് പറയുന്ന ഒരു ഗിവ് ആൻഡ് ടേക്ക്. അപ്പൊ അതുകൊണ്ട് അത് ആഗ്രഹിച്ചത് ഞാൻ തന്നെ ഞെട്ടിപ്പോയി. എന്നെ വിളിച്ചപ്പോ എങ്ങനെ സംഭവിച്ചു? സീരിയസ്ലി ഞാൻ ആദ്യമായിട്ടാ ഇപ്പൊ പറയണേ. കാരണം ഞാൻ ഇങ്ങനെ എല്ലാം ഇങ്ങനെ പോലെ തന്നെ എല്ലാം തുറന്നു പറയുന്ന ഒരു ടൈപ്പാ. അപ്പൊ ഇനി തുടങ്ങി അയ്യോ ഞാൻ ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ. അമ്മ പറയും നീ ഇങ്ങനെ പറയരുത് കേട്ടോ ബേബിയെ എന്ന് പറയും. കാരണം അത് സത്യമായതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്. നമ്മളെല്ലാം എക്സ്പ്രസ് ചെയ്യണം. ഞാൻ ഈ സംഭവമൊക്കെ ഞാൻ ടാക്ടിക്സ് ഒരുപാട് വിചാരിച്ചു. മറ്റത് ഇങ്ങനെ പറയണം, ഇന്ന പെർസെപ്ഷൻ ഇങ്ങനെ പ്ലേസ് ആവണം. എനിക്കത് വലിയ തലവേദനയാണ്. ഇത് ചെയ്യുന്നതിനെക്കാട്ടിയും പാടായിരുന്നു ഇത് തലയെ കൊണ്ട് നടക്കുക എന്നുള്ളത്. എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് ഞാൻ വളരെ ഫ്രീ ആയി കഴിയുമ്പോഴത്തേക്ക് എല്ലാം തുറന്നു വരുന്നത്. നമ്മൾ നല്ല മനസ്സാണെങ്കിൽ നല്ലത് മാത്രമേ വരത്തുള്ളൂ. സീരിയസ്ലി എക്സ്പ്രസ് ചെയ്താൽ നമ്മൾ ഭയങ്കര അല്ലത് പ്രേക്ഷകർക്ക് മനസ്സിലാവുകയും ചെയ്യും. അതെ, നമ്മൾ ഉണ്ടാക്കി പറഞ്ഞാല് ആൾക്കാർക്ക് മനസ്സിലാവും. അല്ല അത് മാത്രല്ല, ഏത് കാര്യമായാലും നമ്മൾ പ്രിപ്പയർ ചെയ്ത് പോകുന്നത് ഒരു തലച്ചൂടാണ്. ഗോ വിത്ത് ഫ്ലോ ആണ്. കാരണം ഒരു സിറ്റുവേഷൻ നമുക്ക് മുൻകൂട്ടി നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഇന്ന സ്ഥലത്ത് പോകുമ്പോൾ അങ്ങനെ തന്നെ നടക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെയാണോ നമുക്ക് കിട്ടുന്ന ആക്ഷൻ അതിനനുസരിച്ച് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്.